ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്ന് കുറച്ച് ദിവസമായിട്ടോ വീഡിയോയിൽ വന്നിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു കറിയാണ്, കടലക്കറിയാണ്. വറുത്ത് അരച്ച കറീൻ്റെ അതിലും ടേസ്റ്റിൽ നമ്മൾ വറുത്തരയ്ക്കാത്തൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം ഈ കറി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ കുറച്ച് കടല, നമുക്ക് എത്രയാണോ കടല വേണ്ടത് അത്രന്ന് 2 കപ്പ് കടല ഇവിടെ നന്നായിട്ട് തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഒരു 2-2.5 സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എരി കുറവായതുകൊണ്ട് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്, സാധാരണ നമ്മൾ മല്ലിപ്പൊടി. പിന്നെ കുറച്ച് ഉപ്പും. പിന്നെ നമ്മൾ ചൂട് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചവെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഉണ്ടായതുകൊണ്ട് ആ തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. അതെല്ലാം മസാലയും കൂടി ഒന്നിച്ചാവാൻ വേണ്ടി ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് കടല വേവുന്നത് വരെ ഒന്ന് വിസിൽ വരുത്തുക. ഒരു 4-5 വിസിൽ വന്നോട്ടെ. നല്ല കടല നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വിസിലൊക്കെ വന്ന് വരുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് അരപ്പും കൂടി റെഡിയാക്കാനുണ്ട്. പച്ച നാളികേരമാണ് നമ്മൾക്കിതിൽ വറുത്തരച്ച അതേ ടേസ്റ്റാണ്, പക്ഷേ പച്ച നാളികേരമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1.5 കപ്പ് നാളികേരമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു അരമുറിയിൽ 1/4 മുറി നാളികേരമേ ഉള്ളൂ കേട്ടോ. 2 കപ്പ് നാളികേരം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പെരിഞ്ജീരകം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പെരിഞ്ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇവിടെ ഞാനിപ്പം പെരിഞ്ജീരകം ഒന്നും ഇടുന്നില്ല. നന്നായിട്ട് അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മളെ കടല നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കൈ വെച്ചിരുന്ന് ഉടച്ചു നോക്കുക. അപ്പം നല്ല സ്മെല്ലാണ്. ആ മസാലേൻ്റെ എല്ലാ സ്മെല്ലുകളും ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കാനുണ്ട്. അതിനായിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒന്നും കൂടി ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നല്ല തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ മസാല പൊടിയാണ് ഇതിലേക്ക് ഇടേണ്ടത്. നമ്മൾ വീട്ടിലുണ്ടാക്കിയതായാലും കുഴപ്പമില്ല, പുറമേ നിന്ന് മേടിച്ചതായതും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ഇടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ 2.5-3 ടേബിൾ സ്പൂണോളം ഇടാം കേട്ടോ. എരിവിനനുസരിച്ചിട്ട് നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-3.5 ടേബിൾ സ്പൂണോളം ഇടാം. പിന്നെ ഒരു 1/2 സ്പൂണ് നമ്മളെ ഗരം മസാല പൊടിയും കൂടിയാണ് ഇതിലേക്ക് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് നേരം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇടാം കേട്ടോ. ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതിടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഒഴിവാക്കരുത്. ഇതിലേക്ക് നേരെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ കറിവേപ്പില ഇല്ലാതെ ആണ് ഇത് വേവിക്കുന്നത്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച ആ നാളികേരത്തിൻ്റെ ആ മിക്സ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ച നാളികേരമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. പക്ഷേ ഇത് നന്നായിട്ട് നല്ല വറുത്തരച്ച ആ ഒരു കളറൊക്കെ വരും. അപ്പോൾ കടലയും ഈ വെള്ളം കൂടി നമ്മൾ വേറെയാണ് നിൽക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കടല ഇതിലേക്ക് ഒന്ന് പിടിച്ച് വരണം. അതിനായിട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ അടപ്പ് ഞാൻ തുറന്നിട്ടുണ്ട്. അടപ്പ് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ നല്ല ആ വറുത്തരച്ച കറീൻ്റെ അതേ കളറും അതേ സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. അതിലും ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ വറുത്തരയ്ക്കുള്ള ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമ്മൾ പച്ച നാളികേരം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല കടലക്കറി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവും കൂടി ഇടണം. വറവ് വേണം തന്നെ ഇല്ല, കാരണം അത്രയും ടേസ്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറവ് വേണമെങ്കിൽ ഇടാം. അതിനായിട്ടൊരു അടുപ്പിലേക്ക് ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ആവശ്യത്തിന് കടുക് ഇടുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞിട്ട് ആ ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചെറിയ ഉള്ളി നല്ല കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ചെറിയ ഉള്ളി ഇടാം. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം കേട്ടോ. അപ്പം മുളകൊക്കെ ഇട്ടാൽ നമ്മൾ എരിവ് അധികം ആവുന്നതുകൊണ്ടാണ് ഞാൻ ഈ മുളക് സ്കിപ്പ് ചെയ്തത്. അപ്പോൾ എരിവിടെ വളരെ കുറവാണ് മക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എല്ലാ എരിവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നന്നായിട്ട് ഒന്ന് വറുത്ത് നല്ല ഞെരിഞ്ഞ് വരണം ഈ ചുവന്നുള്ളിയൊക്കെ. അപ്പോൾ നല്ല കളറൊക്കെ മാറി നല്ല ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പം നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കടലക്കറി രാവിലെ പുട്ടിനായാലും നൂൽപുട്ടിനായാലും നൂൽപുട്ടിൻ്റെ പത്തിരിക്കൊക്കെ ആയാലും അടിപൊളിയാണ്. ഇതിൻ്റെ വെള്ളം ഒന്നും കൂടി കുറുക്കിയെടുത്താൽ കുറുകിയായിട്ട് കറി കിട്ടും. ഇപ്പം ഞാൻ പുട്ടിനാണ് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് വെച്ചത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി കട്ടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ചാൽ ഇത് നന്നായിട്ടൊന്ന് കട്ടി കുറയ്ക്കും. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ട് കറി ഒഴിക്കുമ്പോൾ കണ്ടോ ഒന്നും കൂടി അത് ഗ്രേവി ഒന്നും കൂടി കട്ടിയായിട്ടുണ്ട്, ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും എങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.